നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒരു ഭീകരാക്രമണം നടന്നത്. ആ ആക്രമണം അവിടുത്തെ ഒരു സൈനിക പോസ്റ്റിന് നേരെയായിരുന്നു. സിന്ധ് റേഞ്ചേഴ്സ് എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗത്തിൻ്റെ പ്രാദേശിക ആസ്ഥാനത്തിന് നേരെയാണ് ഇന്നലെ കറാച്ചിയിൽ ചാവേർ ആക്രമണം നടന്നത്. അക്രമികൾ ഈ പറയുന്ന സൈനിക കേന്ദ്രത്തിന് നേരെ വെടിവെക്കുകയും ഗ്രനേഡ് എറിയുകയും ഒക്കെയായിരുന്നു. ആക്രമണത്തിൽ സൈനികർക്ക് പരിക്കേറ്റു, 4 സൈനികർ മരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പാകിസ്ഥാൻ സൈന്യത്തെയും പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ച ഒരു വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ നടന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്കാണ് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ മന്ത്രി രംഗത്ത് വന്നിരുന്നു. അതായത് പാകിസ്ഥാൻ സ്പോൺസേഡായി ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ അത് നടന്നു കഴിഞ്ഞാൽ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ പറയും. പക്ഷേ അത് പിന്നിൽ പാകിസ്ഥാൻ ആയതുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതേ കണക്ക് ആക്രമണം നടന്നയുടൻ തന്നെ പാകിസ്ഥാൻ മന്ത്രി യാതൊരു മറ്റ് വിവരങ്ങളുമില്ലാതെ ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്നും ഇതിൻ്റെ ഭീകരന്മാരെ നിയോഗിച്ചത് ഇന്ത്യയാണ് എന്നുമൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഇങ്ങനെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇതിന് സംബന്ധിച്ച തെളിവുകൾ നൽകുകയോ ഇന്ത്യ ആണ് ഇതിന് പിന്നിലെന്ന ആ ആരോപണം ആവർത്തിക്കുകയോ ഒന്നുമില്ല. സംഭവം നടക്കുന്നു, അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു വയ്ക്കുന്നു, അവർ പിന്നീട് പോകുന്നു. ഇതാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നത്. എന്തായാലും ഇതിനെതിരെ 4 സൈനികർ മരിച്ച ഈ ആക്രമണം നടത്തിയത് ഇന്ത്യയാണ്, ഇന്ത്യക്ക് ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ അതിൻ്റെ ശക്തമായ ഒരു നിഷേധക്കുറിപ്പ് അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രൺദീപ് ജയ്സ്വാൾ തന്നെ പാകിസ്ഥാൻ്റെ ഈ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യക്ക് പങ്കില്ല, ഇന്ത്യ പാകിസ്ഥാനല്ല, പാകിസ്ഥാന് ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ വലിയ പങ്കുണ്ട്. അതിൻ്റെ തെളിവുകൾ നമ്മൾ പല ഘട്ടങ്ങളിലായി പുറത്ത് വിട്ടിട്ടുള്ളതാണ്. ജമ്മു കാശ്മീരിലും മറ്റും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്ന ഭീകരവാദത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഓപ്പറേറ്റീവ്സുകളുടെ നിർദ്ദേശമനുസരിച്ച് അവർ ഇന്ത്യയിൽ ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ. എന്നാൽ ഈ സംഘങ്ങളെല്ലാം പിടിയിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന് സമാനമായി ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നു ഭീകര സംഘങ്ങളെ ഉപയോഗിച്ച് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യ നിഷേധിച്ചിരിക്കുന്നത്. ശക്തമായി തന്നെ ഇന്ത്യ ആരോപണം നിഷേധിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി ഇന്ത്യയല്ല, അത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ഭരണകൂടം അവരുടെ ചില മേഖലകളോട് വലിയ രീതിയിലുള്ള വിവേചനം കാട്ടുന്നു. ഉദാഹരണം ബലൂചിസ്ഥാൻ. ഇങ്ങനെയുള്ള പ്രവിശ്യകളോട് ചിറ്റമ്മ നയം പാകിസ്ഥാൻ ഭരണകൂടം കാട്ടുന്നു. പാകിസ്ഥാനിലെ വിഭവങ്ങൾ അത് തുല്യമായി വീതിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പലയിടങ്ങളിലായി വിഘടനവാദ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ആ വിഘടനവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കറാച്ചിയിലും കഴിഞ്ഞ ദിവസത്തെ ആക്രമണവും നടന്നത് എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ പരിഹാരമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ മന്ത്രി ഉള്ളിലേക്ക് നോക്കണം, ഇല്ലാതെ തെളിവുകളില്ലാതെ ഇന്ത്യക്ക് നേരെ ആഞ്ഞടിക്കാൻ വരരുത്, ഇന്ത്യ അല്ല ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് കൃത്യമായ മറുപടി രൺദീപ് ജയ്സ്വാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുകയും അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയുമാണ് പാകിസ്ഥാൻ പതിവ് പോലെ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. പാകിസ്ഥാനിൽ ആക്രമണം വർദ്ധിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുകയും പിറ്റേ ദിവസം അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നാക്രമണം നടത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് നേരെ നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 29 ഭീകരന്മാർ മരിച്ചുവെന്നും തങ്ങളുടെ ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആയിരുന്നു എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അത് അംഗീകരിക്കുന്നില്ല. ഒരു കാരണവശാലും അങ്ങനെയൊരു ഭീകര കേന്ദ്രങ്ങളല്ല ആക്രമിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നത്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും പെടും എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അഫ്ഗാനിസ്ഥാന് നേരെ വീണ്ടും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിന് തിരിച്ചടിയായി പാകിസ്ഥാനും
അഫ്ഗാനിസ്ഥാനും ആക്രമണം നടത്തും എന്ന സൂചനയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി മേഖലയിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് എല്ലാം കാരണം തെഹ്രീക്കെ താലിബെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണെന്നും ഈ ഭീകര സംഘടനയെ പാലൂട്ടി വളർത്തുന്നത് അഫ്ഗാൻ സർക്കാരാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് നേരെ വ്യോമാക്രമണം അടക്കം നടത്തുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകും എന്ന് അഫ്ഗാനിസ്ഥാനും പ്രതികരിച്ചിരിക്കുന്നു.